നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ജ്യോതിഷികൾ CPM-നെ രക്ഷപ്പെടുത്തുമോ? CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചില ജ്യോതിഷികളെ നേരിട്ട് പോയി കണ്ടത് പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കിയെന്നാണ് കണ്ണൂരിൽ നിന്നുള്ള ഒരു പ്രമുഖ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഇന്ന് വിമർശിച്ചത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഗോവിന്ദനെതിരെ അതിശക്തമായ വിമർശനം ഇക്കാര്യത്തിൽ ഉണ്ടായത്രേ. MV ഗോവിന്ദൻ ഒരു ജ്യോതിഷനെ പോയി കണ്ട് അദ്ദേഹവുമായി സംസാരിക്കുന്ന ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും പിന്നീട് ആ ഫോട്ടോ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു ജ്യോതിഷിയെ പോയി കണ്ട കാര്യം നാട്ടിലെങ്ങും പാട്ടായി എന്ന് മാത്രമല്ല, പാർട്ടി നേതാക്കൾ തന്നെ അതിനെക്കുറിച്ച് വിമർശന ബുദ്ധിയ പ്രതികരിച്ചു തുടങ്ങി. ജ്യോതിഷം തുടങ്ങിയ അന്ധവിശ്വാസങ്ങൾക്കെതിരെ എക്കാലവും പടപൊരുതിയ പാർട്ടിയാണ് CPM. അപ്പോൾ ആ പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവ്, പൊളിറ്റ് ബ്യൂറോ അംഗം തന്നെ ജ്യോതിഷിയെ പോയി കാണുന്നത് എന്ത് കാര്യത്തിലാണെന്നാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ചോദിക്കുന്നത്. അതും കണ്ണൂരിൽ നിന്നുള്ള അംഗങ്ങൾ MV ഗോവിന്ദനുമായി എപ്പോഴും പോർവിളക്കി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ, പാർട്ടിയിലെ എതിരാളികളാണെന്ന് സ്വയം പ്രഖ്യാപിക്കപ്പെട്ട സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണത്രേ ഇത് ചോദിച്ചത്. MV ഗോവിന്ദൻ്റെ ഈ ജ്യോതിഷ സന്ദർശനം പാർട്ടിക്ക് ജനങ്ങളുടെ മുമ്പിൽ വളരെ ചീത്തപ്പേരുണ്ടാക്കി. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പൊരുതുന്ന ഒരു പാർട്ടിയുടെ നേതാവ് എന്തിനാണ് ജ്യോതിഷിയെ പോയി കണ്ടത് എന്നുള്ള ചോദ്യമാണ് ജനങ്ങൾ ഉയർത്തുന്നതെന്നാണ് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പറഞ്ഞത്. ഇത് വലിയ തോതിലൊരു ചർച്ച പാർട്ടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. MV ഗോവിന്ദനെതിരെ നേരത്തെ തന്നെ പല കാര്യങ്ങളിലും ഇത്തരം ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. നേരത്തെ RSSനുമായി ബന്ധമുണ്ടായിരുന്നു അടിയന്തരാവസ്ഥ കാലത്തെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞതിനെ മുഖ്യമന്ത്രി അടക്കം ശക്തിയായി വിമർശിച്ചിരുന്നു. അങ്ങനെ നിരവധി തലത്തിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നത്. ഇപ്പോഴിതാ ജ്യോതിഷിയെ പോയി കണ്ടതിലാണ് അദ്ദേഹത്തിനെതിരെ വിമർശനമുണ്ടായത്. പാർട്ടി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത പാർട്ടി അംഗങ്ങളെ ശാസിച്ച ഒരു പാർട്ടി ജ്യോതിഷിയെ പോയി കണ്ട ഒരു സംസ്ഥാന സെക്രട്ടറിയെ, പൊളിറ്റ് ബ്യൂറോ മെമ്പറെ എന്ത് ചെയ്യണം, എങ്ങനെ ശാസിക്കണമെന്നായിരിക്കും ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ആലോചിക്കുന്നത്. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ഒരിക്കലും ശരിയായില്ല എന്ന് അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞത് ചില സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അനുസ്മരിക്കുകയുമുണ്ടായി. അതുകൊണ്ട് CPM-നെ പുതിയ കാലത്ത് അന്ധവിശ്വാസങ്ങളിലേക്ക് തള്ളിവിടുന്ന പാർട്ടി നേതാക്കളുടെ നടപടി ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ള നിലപാടാണ് പല സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കും, മാത്രമല്ല പല സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും. പാർട്ടിയുടെ പല നേതാക്കളും രഹസ്യമായി തങ്ങളുടെ കുടുംബക്കാർക്ക് വേണ്ടി ജ്യോതിഷികളെ പോയി കാണുന്നു, ചിലർ ക്ഷേത്രങ്ങളിൽ പോകുന്നു. ഇത്തരം പരാതികളൊക്കെ നിരന്തരമായി പാർട്ടിയുടെ കമ്മിറ്റികളിൽ ഉന്നയിക്കപ്പെടാറുണ്ട്. ഇപ്പോൾ ഒരു ആത്മീയത, ഒരു ആവേശം പോലെ പാർട്ടി നേതാക്കളെ കൂടിയിരിക്കുകയാണെന്നും പല പാർട്ടിയുടെ പ്രമുഖ നേതാക്കളും, അത് ഏരിയ തലത്തിലുള്ളവരും ജില്ലാ തലത്തിലുള്ളവരുമൊക്കെ അമ്പലങ്ങളിലും മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളിലും പോകുന്നുണ്ട് എന്നുള്ളൊരു സൂചന, അത്തരമൊരു ചർച്ച CPM-ന്റെ പാർട്ടി കമ്മിറ്റികളിൽ നിരവധി തവണ ഉണ്ടായി. അതിനൊപ്പമാണ് ഇപ്പോൾ MV ഗോവിന്ദൻ്റെ ഈ ജ്യോതിഷ സന്ദർശനം വിഷയമായി തീർന്നത്. പാർട്ടിക്കുള്ളേതായാലും അതൊരു ചർച്ചയാക്കി മാറ്റാൻ വേണ്ടിയാണ് അത്തരം ഒരു കാര്യം അവിടെ ഉന്നയിക്കപ്പെട്ടതെന്നുള്ള കാര്യത്തിൽ തർക്കമല്ല. കാരണം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അങ്ങനെ ഒരു കാര്യം ഉന്നയിച്ച് ഇനി സംസ്ഥാന കമ്മിറ്റിയിലും കാര്യങ്ങൾ ചർച്ച ചെയ്യും, പിന്നീട് ജില്ലാ കമ്മിറ്റികളിൽ, ഏരിയ കമ്മിറ്റികളിലൊക്കെ ചിലപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. കാരണം അതൊരു ആരെങ്കിലും ഉന്നയിച്ചാൽ പാർട്ടി അത് ചർച്ച ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ, MV ഗോവിന്ദനെതിരെ ഇത്തരം കാര്യങ്ങൾ ചർച്ചയാക്കാൻ ചിലർ ബുദ്ധിപരമായൊരു നീക്കം നടത്തുന്നു എന്നുള്ളൊരു ആരോപണവും ഗോവിന്ദനെ അനുകൂലിക്കുന്നവർ നടത്തുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, പാർട്ടിക്ക് ഇനി ജ്യോതിഷികളുടെ സഹായം വേണം നിലനിൽക്കുക എന്നുള്ള ചോദ്യമാണ് പാർട്ടി പ്രവർത്തകർ പലരും ചോദിക്കുന്നത്. CPM-നെ ജ്യോതിഷികൾ രക്ഷപ്പെടുത്തുമോ? അവസാന കൈയായി ജ്യോതിഷത്തിൽ അഭയം തേടുകയാണോ പാർട്ടി? രസാവഹമായ ഇത്തരം ചോദ്യങ്ങളാണ് പാർട്ടി നേതാക്കളുടെ മനസ്സിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന കാലത്ത് ഉയർന്നു വരുന്നത്.